Engaging and thought-provoking presentation. Today we present a skit that delves into the timeless parable of the 10 virgins. This story, drawn from Holy Bible, carries profound lessons about preparedness, anticipation, and significance of being vigilant in our lives. Our talented performers, Mrs. Sheila Daniel, Ms. Molly George, Ms. Lovely Verghese, Ms. Leela Manikun, Ms. Lizzie Elias, Ms. Mercy, Ms. Minimol Raju, Ms. Renju Bobby, Ms. Minu Mary Francis, Ms. Pushpa Balachandran, Ms. Medha Abraham are ready to bring this narrative to life. കന്യകമാരോട് സദൃശം അവരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യരുമായിരുന്നു. കർത്താവിനെ എതിരേൽക്കുവാൻ അവനോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എങ്ങനെ ഒരുങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വർത്തമാനകാല ജീവിത അനുഭവങ്ങളെ കോർത്തിണക്കി മൂവാറ്റുപുഴ YWCA അംഗങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. ശരിയാണല്ലോ, ഇനി മണവാളനെല്ലാം വന്നിട്ട് തിരികെ പോയി കാണോ? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? കർത്താവ് പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, നോമ്പ് നോറ്റു, വിശുദ്ധ ജീവിതം നയിച്ചു. നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമല്ലേ ജീവിച്ചത്? അതൊക്കെ അവിടുന്ന് കാണാതിരിക്കുമോ? കുറച്ചുപേർ കൂടി വരാനുണ്ടല്ലോ. അവരെന്തായിരിക്കും വൈകുന്നത്? അതോ അവർ നമുക്ക് മുൻപേ മണവറയിൽ പ്രവേശിച്ചു കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. സമയമാകുന്നതേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. അവൻ വരുന്നതുവരെ നമുക്ക് അവനെ പാടി സ്തുതിച്ചുകൊണ്ട് ഉണർന്നു തന്നെ ഇരിക്കാം. നമ്മൾ ലേറ്റ് ആയോ? അതെങ്ങനാ? എന്തൊരു ട്രാഫിക് ബ്ലോക്കാ! അന്ന് വെള്ളൂർക്കുന്നം മുതൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെ എത്താൻ 1 മണിക്കൂറെടുത്തു. നമ്മുടെ കൂടെയുള്ളവരിപ്പോ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരിക്കും. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ വരാൻ സമ്മതിച്ചെന്നാ അവരുടെ വിചാരം. നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ എന്തൊരു തിരക്കാ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ താമസിച്ചു പോയി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ,
ഈ മണവാളൻ വരുമെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? ഹോ, ഇത്രയും ലേറ്റ് ആവാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഷോപ്പിംഗും നടത്തി ഒരു KFCയും കഴിച്ചിട്ട് വന്നാ മതിയായിരുന്നു. എന്തായാലും ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ, ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടേക്കാം. ബ്രദർ UK-യിൽ നിന്നും കൊണ്ടുവന്ന ഫോണാ. എന്നാ ക്ലാരിറ്റി എന്നറിയാമോ? ആ, എല്ലാരും ഒന്ന് പോസ് ചെയ്തേ. മണവാളൻ വരുന്നതുവരെ നമുക്ക് വചനം ധ്യാനിച്ചിരിക്കാം. അന്ന് രണ്ടുപേർ വയലിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും അവൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. എനിക്കും. നമുക്ക് അല്പസമയം ഒന്ന് മയങ്ങിയാലോ? മണവാളൻ വരുമ്പോ എഴുന്നേക്കാം. ഹേയ്, മണവാളം വരുമ്പോ ഞങ്ങളെ കൂടി ഒന്ന് വിളിച്ചേക്കണേ. അതാ മണവാളൻ വരുന്നത് തോന്നുന്നു. വരൂ വരൂ, നമുക്ക് ദീപം തെളിയിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, അതാ യജമാനൻ വരുന്നു. നിങ്ങളുടെ ദീപങ്ങൾ വേഗം തെളിയിക്കും. അയ്യോ, വിളക്കും ലൈറ്ററും ഉണ്ട്. എന്നെ എടുക്കാൻ ഞാൻ മറന്നു. അയ്യോ, ഞാനും മറന്നു എന്നെ ഇതിലുണ്ടാകുമെന്ന് കരുതി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ? അതെ, ഞങ്ങൾക്കും കൂടി അല്പം എണ്ണ തരാമോ? തിരക്കിനിടയിൽ ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. സഹോദരിമാരെ, ഞങ്ങളോട് പരിഭവം തോന്നരുത്. ഇതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് കൂടി തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം. തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ വേഗം പോയി വാങ്ങിയിട്ട് വരൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കണ്ടെന്ന്. നീ വാ, നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ കടയിൽ കിട്ടും. അല്ലേലും ആർക്ക് വേണം ഇവരുടെ എണ്ണ? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. വരുവിൻ, ഒരുക്കി വച്ചിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയെന്നാ തോന്നുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എണ്ണയൊക്കെ നേരത്തെ കരുതണമെന്ന്. എന്തായാലും നമുക്കൊന്ന് മുട്ടി നോക്കാം. കർത്താവേ, ഞങ്ങൾ വന്നു, ഞങ്ങൾക്കും തുറക്കണമേ. കർത്താവേ, ഞാൻ ഷീലയാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും കൃത്യമായി പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നീ കാണുന്നതല്ലേ? ഞാൻ നിന്നെ അറിയുന്നില്ല. ഓ, കർത്താവിന് എന്നെ അറിയില്ലാന്ന്. നീ വന്നേ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മ എന്തായാലും അറിയാതിരിക്കില്ല. കർത്താവേ, ഇത് ഞങ്ങളാണ്, മേഴ്സിയും മിനിയും. ഞങ്ങൾ YWCAയുടെ ആക്റ്റീവ് പ്രവർത്തകരാണ്. ഞങ്ങളെ കൂടി പ്രവേശിക്കാൻ അനുവദിക്കില്ലേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഓ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കർത്താവിന് നമ്മളെയും അറിയില്ല.
എന്നാ ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ. കർത്താവേ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. എനിക്ക് വേണ്ടി വാതിൽ തുറക്കില്ലേ? ഞാൻ നിന്നെ അറിയുന്നില്ല. അതും ഏറ്റില്ല. നീ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് അല്ലേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. കർത്താവെ, ഞാൻ വചനം കൃത്യമായി വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവളാണ്. 50K വ്യൂസ് ഉള്ള ചാനലാണ് എൻ്റെത്. ഒരുപക്ഷെ അങ്ങും കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങ് എന്നെ എന്തായാലും അറിയും. ഞാൻ നിന്നെ അറിയുന്നില്ല. നിങ്ങൾ അനേക കാര്യങ്ങളിൽ വ്യാപൃതരാണ്. എന്നാൽ വേണ്ടത് മാത്രം അന്വേഷിച്ചു. മനുഷ്യരുടെ മുമ്പാകെ ശ്രേഷ്ഠമായത് ദൈവത്തിന് അർപ്പാകും. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. നാണക്കേട്. ഇനി നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഇനി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വാ, നമുക്ക് തിരിച്ചു പോകാം. നിൽക്കൂ. മറ്റ് കന്യകമാരോടൊപ്പമാണ് ഞാൻ നിങ്ങളെയും വിരുന്നിന് ക്ഷണിച്ചത്. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വ്യാപൃതരായി ജീവിതം നയിച്ചു. ജീവിതയാത്രയിൽ എണ്ണ പോലും കരുതുവാൻ നിങ്ങൾ മറന്നു. ആകയാൽ യഥാർത്ഥ അനുതാപത്തോടെ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. പാപക്ഷമം ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും.